ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷാണ് പരീക്ഷ വരുന്നത് അല്ലേ. അപ്പോൾ അതാ ടീച്ചർ നിങ്ങൾക്കുള്ള പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ പരീക്ഷയിലോട്ട് പോയാലോ. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് മറക്കല്ലേ. നമ്മളിനി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി ഉണ്ടെങ്കിൽ നമ്മൾ 1 lakh ഫാമിലി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, അതിലേക്ക് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് നാളത്തെ പരീക്ഷയിലെ ചോദ്യങ്ങൾ നോക്കിയിട്ട് വരാം. ഒന്നാമത്തെ ആക്ടിവിറ്റി ലിസൺ ആൻഡ് ആൻസർ. നിങ്ങൾക്ക് ഇവിടെ ടീച്ചർ ഒരു സ്റ്റോറി പറഞ്ഞു തരൂ കേട്ടോ. എന്നിട്ട് ആ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചുവടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ആ ഒരു സ്റ്റോറി എന്താണെന്ന് കേൾക്കാം കേട്ടോ. അതിനുശേഷം മക്കൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, സ്റ്റോറി നോക്കിക്കേ. Manu had a beautiful red kite. It was a gift from his grandfather. One day he was flying his kite on the riverside. Suddenly the kite line broke. The wind took the kite far away. Oh no, my kite is gone, Manu cried. Manu searched the kite everywhere, but he couldn't find it. Manu became sad and tired. He sat on a rock near the river. Just then he saw a red color in the water that looked like his kite. It's my kite's reflection. Manu looked up. He saw the kite on a tree nearby. It was stuck in the branches. But how can I get it? He wondered. Just then Manu saw his friend Chinnu the crow. Chinnu, my kite is stuck on the tree. Can you help me? Manu asked. Of course, Chinnu smiled and said. Chinnu flew up and took the kite from the tree. Here is your kite, Chinnu said. Thank you, friend, Manu said happily. Manu was so happy to get his kite back. Did you enjoy the story? Now read the questions given in activity 1 of your booklet and answer them. എന്താണ് മക്കളെ നമ്മുടെ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ളത്? ആരെക്കുറിച്ചാണ്? നമ്മുടെ മനുവിനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ അവൻ്റെ കൈവശം ഒരു റെഡ് കളറുള്ള കൈറ്റ് ഉണ്ട് കേട്ടോ. അവൻ്റെ ഗ്രാൻഡ് ഫാദർ അത് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളതാണ് അല്ലേ. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്യാണ്, അവന് റിവർ സൈഡിൽ ഇരുന്നുകൊണ്ട് ഈ കയറ്റ് പറത്തി കളിക്കുകയായിരുന്നു. പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ലൈന് ബ്രോക്കായിട്ട്, അതായത് അതിൻ്റെ നൂല് പൊട്ടിയിട്ട് എന്ത് ചെയ്യാണ്, അവൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു പട്ടം മിസ്സായി പോവുകയാണല്ലേ. അവൻ ഒത്തിരി തിരഞ്ഞെങ്കിലും അത് കണ്ടെത്താനായിട്ട് പറ്റിയില്ല കേട്ടോ. അങ്ങനെ അവരെന്ത് ചെയ്തു, ക്ഷീണിച്ച് ഒരു റോക്കിൻ്റെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് കണ്ടു, വെള്ളത്തിൽ ഒരു റെഡ് കളർ റിഫ്ലക്ഷൻ കണ്ടു അല്ലേ. അപ്പോൾ അവൻ എന്ത് മനസ്സിലായി, തൻ്റെ കയറ്റാണ് അതെന്ന് മനസ്സിലായില്ലേ. അവൻ മുകളിലോട്ട് നോക്കിയപ്പോൾ ആ ഒരു കയറ്റ് മരത്തിൻ്റെ മുകളിൽ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ കിട്ടുന്ന ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആരാണ് അവൻ്റെ ഫ്രണ്ട്? ചിന്നു ആണല്ലേ. ചിന്നു എന്ന് പറഞ്ഞാൽ ഒരു കാക്കയാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു, അവളെ കണ്ടു. അപ്പോൾ അവളോട് പറഞ്ഞു, നീ എൻ്റെ കയറ്റ് എടുത്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ എന്ത് പറയൂ, ഓഫ് കോഴ്സ് അല്ലേ, ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിന്നു എന്ത് ചെയ്യും, അവന് കയറ്റ് എടുത്തു കൊടുക്കും അല്ലേ. അപ്പോൾ അവന് ഒത്തിരി ഹാപ്പി. അപ്പോൾ ഇതായിരുന്നു സ്റ്റോറി കേട്ടോ. ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. മനു ലോസ്റ്റ് ഹിസ് കൈറ്റ് ബിക്കോസ് മനുവിന് അവൻ്റെ കൈറ്റ് നഷ്ടമായിട്ടുണ്ടായിരുന്നു അല്ലേ. കാരണം എന്തായിരുന്നു, അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദി കൈറ്റ് ലൈൻ വാസ് ബ്രോക്കൺ, ദി ക്രൗഡ് ടുക്ക് ഇറ്റ് അവേ, ഇറ്റ് വാസ് സ്റ്റോളൻ, ഇറ്റ് വാസ് വെയിറ്റ്. എന്തായിരുന്നു മക്കളെ കാര്യം? അതിന് നൂല് പൊട്ടിയതാണോ, അല്ലെങ്കിൽ കാക്ക അതെടുത്ത് ദൂരേക്ക് പറന്നു പോയതാണോ, അല്ലെങ്കിൽ അത് ആരെങ്കിലും മോഷ്ടിച്ചതാണോ, അല്ലെങ്കിൽ അത് നനഞ്ഞു പോയതാണോ? എന്തായിരുന്നു മക്കളെ? ഓപ്ഷൻ എ ആണല്ലേ, ദി കൈറ്റ് ലൈൻ വാസ് ബ്രോക്കൺ. അതാണ് മക്കളവിടെ എഴുതേണ്ടത് കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കിക്കേ. ഹു ഹെൽപ്ഡ് മനു ടു ഗെറ്റ് ഹിസ് കൈറ്റ് ബാക്ക്. അവൻ്റെ പട്ടം തിരിച്ചു കിട്ടാനായിട്ട് അവൻ ആരാണ് സഹായിച്ചതെന്ന്? ഓപ്ഷൻസ് നോക്കിയേ മക്കളെ. റാബിറ്റ്, ഫ്രോഗ്, ചിന്നു ദി ക്രൗ, സ്ക്യൂരൽ. ആരായിരുന്നു? ചിന്നു ആണല്ലേ. ചിന്നു ദി ക്രൗ ആണ് അവനെ സഹായിച്ചതല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വേർ ഡിഡ് മനു ഫൈൻഡ് ഹിസ് കൈറ്റ്. എവിടെയാണ് മനു അവൻ്റെ കൈറ്റ് കണ്ടെത്തിയിട്ടുള്ളത്? എവിടെയാണ്? നിയർ ദി പാർക്ക്, ഇൻ ദി റിവർ, ഓൺ ദി ട്രീ, ഇൻ ദി ഹൗസ്. എവിടെയായിരുന്നു മക്കളെ? മരത്തിൻ്റെ മുകളിലായിരുന്നു അല്ലേ. എവിടെയാണ്? ഓൺ ദി ട്രീ. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ 3 ചോദ്യത്തിന് ഉത്തരം കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റിയില്ലേ? ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരിക്കൽ കൂടി നേരത്തെ തന്നിട്ടുള്ള സ്റ്റോറി ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണേ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഡിഡ് മനു സീ ഇൻ ദി വാട്ടർ. നമ്മുടെ മനു വെള്ളത്തിൽ എന്താണ് കണ്ടത്? A fish, the reflection of his kite, the reflection of the crow,
എ ട്രീ. എന്താണ് മക്കളെ കണ്ടത്? മീനിനെയാണോ, അല്ലെങ്കിൽ പട്ടത്തിൻ്റെ റിഫ്ലക്ഷൻ ആണോ, അല്ലെങ്കിൽ കാക്കയുടെ റിഫ്ലക്ഷൻ ആണോ, അല്ലെങ്കിൽ മരത്തെയാണോ കണ്ടത്? എന്താണ്? യെസ്, ഓപ്ഷൻ ബി ആണല്ലേ, ദി റിഫ്ലക്ഷൻ ഓഫ് ഹിസ് കൈറ്റ് അല്ലേ. ലാസ്റ്റ് വന്ന് നോക്കിക്കേ, അറ്റ് ദി എൻഡ് മനു വാസ് ഹാപ്പി ബിക്കോസ്, ഏറ്റവും അവസാനം നമ്മുടെ മനു എന്തായി? ഒരുപാട് സന്തോഷവാനായില്ലേ. അതിന് കാരണം എന്താണ്? ഹീ സോ ചിന്നു, ഹീ ഗോട്ട് ഹിസ് കൈറ്റ് ബാക്ക്, ഹീ സോ ദി റിഫ്ലക്ഷൻ ഓഫ് ദി കൈറ്റ്, ഹീ സോ ദി കൈറ്റ് ഓൺ ദി ട്രീ. എന്തുകൊണ്ടാണ് മക്കളെ? ഹി ഗോട്ട് ഹിസ് കൈറ്റ് ബാക്ക് അല്ലേ, അവൻ്റെ പട്ടം തിരിച്ച് കിട്ടിയിരുന്നു, അതുകൊണ്ടാണ് അവൻ ഒത്തിരി ഹാപ്പി ആയിട്ടുള്ളത് അല്ലേ. അപ്പം ഓപ്ഷൻ ബി ആണ് മക്കളെ എഴുതേണ്ടത്. ഓക്കെ മക്കളെ, അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി വളരെ ഈസി ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിരുന്നു അല്ലേ. നമുക്കെല്ലാം എവിടെ നിന്ന് തന്നെ കിട്ടി? നമ്മുടെ സ്റ്റോറിയിൽ തന്നെ കിട്ടിയില്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അതോടൊപ്പം തന്നെ ഒന്ന് വീഡിയോ ലൈക്കും കൂടി ചെയ്തേക്കണേ. ആക്ടിവിറ്റി 2 നോക്കിക്കേ മക്കളെ, റീഡ് ആൻഡ് റൈറ്റ്. റീഡ് ദി സ്റ്റോറി ഗിവൺ ബിലോ. മക്കൾക്ക് അവിടെ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട് കേട്ടോ. ദി ഫാമേഴ്സ് ഗിഫ്റ്റ് എന്ന് പറയുന്നൊരു സ്റ്റോറിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാൻ? മക്കളുടെ അടുത്തത് വായിക്കാനാണ് പറഞ്ഞത്. നോക്കിക്കേ, ദി കിങ് ഗിഫ്റ്റഡ് ദി ഫാമർ മെനി ഗോൾഡ് കോയിൻസ്. ദി ഫാമർ വെൻറ്റ് ഹോം വിത്ത് ദി ഗോൾഡ് കോയിൻസ്. He was very happy. His wife saw the gold coins and asked, "Where did you get all these coins from?" The farmer said, "The king gave me these coins. He liked my honesty." The farmer and his wife decided to share the coins with their friends and neighbors. Everyone was happy. "You are so kind," one of his neighbors said. The farmer smiled and said, "I am happy to share the coins." അപ്പോൾ ഇതാണ് മക്കളെ സ്റ്റോറി കേട്ടോ. എന്താണ് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ രാജാവ് ഫാർമർക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു അല്ലേ. എന്താണ് കൊടുത്തിട്ടുള്ളത്? ഗോൾഡ് കോയിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അതെല്ലാം കൊണ്ടിട്ട് വീട്ടിലേക്ക് പോയി അല്ലേ. അപ്പോൾ വൈഫ് ഇത്രയും ഗോൾഡ് കോയിൻസ് ഒക്കെ കണ്ട സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു അല്ലേ. അപ്പം പറഞ്ഞു, രാജാവ് എൻ്റെ ഹോണസ്റ്റി കണ്ടിട്ട് എന്ത് ചെയ്താണ്? എനിക്ക് ഗിഫ്റ്റ് തന്നതാണെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ എന്ത് ചെയ്തു? നമ്മുടെ വൈഫും ഫാർമറും കൂടി ഒരു കാര്യം തീരുമാനിച്ചു. അതന്നെ ഗിഫ്റ്റായിട്ട് കിട്ടിയില്ല ഈ ഗോൾഡ് കോയിൻസൊക്കെ അവരുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ നൈബേഴ്സിനും കൂടി ഷെയർ ചെയ്യുക എന്നുള്ള കാര്യം അവർ തീരുമാനിച്ചു അല്ലേ. അങ്ങനെ അവരെന്ത് ചെയ്തു? അവരുടെ ഫ്രണ്ട്സിനും നൈബേഴ്സിനും ഒക്കെ കൂടി ഈ ഒരു ഗിഫ്റ്റ് അവർ ഷെയർ ചെയ്ത് കൊടുത്തു അല്ലേ. അപ്പോൾ ഇതായിരുന്നു സ്റ്റോറി. ഇനി നമുക്ക് ആ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഹു ഗേവ് ദി ഗോൾഡ് കോയിൻസ് ടു ദി ഫാമർ. ആരാണ് ഫാർമർക്ക് ഗോൾഡ് കോയിൻ കൊടുത്തിട്ടുള്ളത്? ആരാണ് മക്കളെ? ദി ഫാമേഴ്സ് വൈഫ്, ദി കിങ്, ദി നൈബേഴ്സ്, ദി ഫ്രണ്ട്സ്. ആരാണ് കൊടുത്തത്? ദി കിങ് ആണല്ലേ, രാജാവാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ മക്കളെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. Put out the word that means truthfulness. Put out the word that means truthfulness. Options നോക്കിക്കേ, honesty, angry, happy, കൈൻഡ്നെസ്. ഏതാണ് മക്കളെ വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലേ. ഓക്കെ മക്കളെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് ഡിഡ് ദി ഫാർമർ ആൻഡ് ഹിസ് വൈഫ് ഡിസൈഡ് ടു ഡു വിത്ത് ദി ഗോൾഡ് കോയിൻസ്. അതായത് നമ്മുടെ ഗോൾഡ് കോയിൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മുടെ ഫാർമറും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ്? ഓപ്ഷൻസ് നോക്കിക്കേ, ടു കീപ് ദം ഓൾ, അതായത് ഇതെല്ലാം കൂടി അവരെന്നെ സൂക്ഷിക്കാനായിട്ട്. സെക്കൻഡ് വൺ, ടു ഷെയർ ദം വിത്ത് ഫ്രണ്ട്സ് ആൻഡ് നൈബേഴ്സ്, ഫ്രണ്ട്സിനും നൈബേഴ്സിനൊക്കെ അതുകൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട്. ടു ബൈ എ ന്യൂ ഹൗസ്, അതായത് ഒരു പുതിയ വീട് മേടിക്കാനായിട്ട്. ടു ബൈ എ ന്യൂ ക്ലോത്ത്, എന്താണ്? പുതിയ ഡ്രസ്സുകൾ മേടിക്കാനായിട്ട് അല്ലേ. അപ്പോൾ എന്താണ് അവർ തീരുമാനിച്ചത്? ഓപ്ഷൻ ബി അല്ലേ, ടു ഷെയർ ദം വിത്ത് ഫ്രണ്ട്സ് ആൻഡ് നൈബേഴ്സ് അല്ലേ. അവരുടെ ഫ്രണ്ട്സിനും അതുപോലെ നൈബേഴ്സിനൊക്കെ കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം എന്നുള്ള കാര്യമായിരുന്നു നമ്മുടെ ഫാർമറും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടി ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ മക്കളെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. യു ആർ സോ കൈൻഡ്, ഹു സെഡ് ദിസ്. ആരാണ് അങ്ങനെ പറഞ്ഞത് മക്കളെ? യു ആർ സോ കൈൻഡ് എന്ന് പറഞ്ഞത് ദി ഫാമേഴ്സ് വൈഫ്, ദി ഫാമേഴ്സ് നൈബർ, ദി ഫാമേഴ്സ് ഫ്രണ്ട്, ദി കിങ്. ആരായിരുന്നു മക്കളെ പറഞ്ഞത്? ഒരു നൈബർ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് ഡിഡ് ദി ഫാമർ സേ വെൻ ഹിസ് നൈബർ പ്രൈസ്ഡ് ഹിം. ഓപ്ഷൻസ് നോക്കിക്കേ, ഐ ആം ഹാപ്പി ടു കീപ് ദി കോയിൻസ്, ഐ ആം ഹാപ്പി ടു ഷെയർ ദി കോയിൻസ്, താങ്ക് യു ഫ്രണ്ട്, ഐ ആം നോട്ട് ഹാപ്പി. എന്തായിരുന്നു മക്കളെ? ഐ ആം ഹാപ്പി ടു ഷെയർ ദി കോയിൻസ് എന്നായിരുന്നു നമ്മുടെ ഫാർമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതും വളരെ ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. നമുക്ക് എല്ലാ ആൻസേഴ്സും എവിടെ നിന്ന് കിട്ടും? നമുക്ക് തന്നിട്ടുള്ള ആ ഒരു സ്റ്റോറിയിൽ നിന്ന് കിട്ടും അല്ലേ. കൂട്ടുകാർ കൃത്യമായിട്ട് ഒരിക്കൽ കൂടി സ്റ്റോറി വായിച്ചിട്ട് ആൻസർ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോവാം. ആക്ടിവിറ്റി 3, കോൺവെർസേഷൻ. Dorothy and her dog Toto have just arrived in the land.
of Oz after a big storm. Now they are visiting the Wizard of Oz to ask for his help for going back home. Complete the conversation between the Wizard of Oz and Dorothy. എന്താണ് മക്കളെ, നമ്മുടെ ഡൊറോത്തിയും അതുപോലെ തന്നെ ഡോഗും കൂടി എവിടെ എത്തി? ലാൻഡ് ഓഫ് ഓസിലെത്തിയില്ലേ? എങ്ങനെയാണ് എത്തിയത്? ആ ഒരു വലിയ കാറ്റൊക്കെ വന്ന സമയത്ത് എന്ത് ചെയ്തു? അവർ വീടും കൊണ്ട് പറന്ന് എത്തിയതാണ് അല്ലേ? അങ്ങനെ എന്ത് ചെയ്തു? അവർ ദേ വിസിറ്റിംഗ് ദി വിസാർഡ് ഓഫ് ഓസ് അല്ലേ? അവരാരെ വിസിറ്റ് ചെയ്യാൻ പോയതാണ്? വിസാർഡ് ഓഫ് ഓസ് അല്ലേ? ഓസിലെ മന്ത്രവാദിയെ വിസിറ്റ് ചെയ്യാൻ പോയതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് തിരിച്ചെവിടേക്ക് പോകണം? വീട്ടിലോട്ട് പോകണമല്ലേ? അതിനൊരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ആ സമയത്ത് നമ്മുടെ വിസാർഡ് ഓഫ് ഓസും അതുപോലെ തന്നെ ഡൊറോത്തിയും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷനാണ് മക്കളടുത്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് അവിടെ അവർ തമ്മിലുള്ള കോൺവെർസേഷനിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ? വിട്ടുപോയിട്ടുള്ള ഭാഗത്തൊക്കെ മക്കൾ കൂട്ടിച്ചേർത്താൽ മതിയാവും കേട്ടോ. ആദ്യം നമ്മുടെ വിസാർഡ് ഓഫ് ഓസ് എന്താണ് പറയുന്നത്? വെൽക്കം, വെൽ ഡൺ ഡൊറോത്തി, യു സേവ്ഡ് ദി മഞ്ചിക്കിങ്സ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു അല്ലേ? വെൽ ഡൺ ഡൊറോത്തി അല്ലേ? എന്താ നീ ആരെ സേവ് ചെയ്തു? ഈ ലാൻഡിലുള്ള കുള്ളന്മാരെയൊക്കെ എന്ത് ചെയ്തു? നീ സേവ് ചെയ്തു അല്ലേ? അപ്പം ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ ഡൊറോത്തി എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? ഞങ്ങൾക്ക് എവിടേക്ക് തിരിച്ചു പോകണം? ഞങ്ങളുടെ വീട്ടിലോട്ട് തിരിച്ചു പോകണം. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പം നമ്മുടെ വിസാർഡ് എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? ഇത്രയും ഭംഗിയായിട്ടുള്ള സ്ഥലത്തിന് നിങ്ങൾ എന്തിനാണ് വെറുതെ തിരിച്ചു പോകുന്നത് എന്ന് ചോദിച്ചു അല്ലേ? അപ്പം നമ്മുടെ ഡൊറോത്തി പറഞ്ഞിട്ടുള്ള ആൻസർ അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. വി ലൈക്ക് അവർ ഹോം ബെറ്റർ. വി ലൈക്ക് അവർ ഹോം ബെറ്റർ എന്ന് പറഞ്ഞു അല്ലേ? അപ്പം നമ്മുടെ വിസാർഡ് എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? ഓക്കെ അല്ലേ, എങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പോലെ എന്ത് ചെയ്യാം, നിങ്ങളെ തിരിച്ച് ഞാൻ നാട്ടിലോട്ട് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പം നമ്മുടെ ഡൊറോത്തി എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? അദ്ദേഹത്തോട് നന്ദി പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇതേ രീതിയിലാണ് നിങ്ങൾ ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റിയിലോട്ട് പോവാം. ആക്ടിവിറ്റി 4 സ്ലോഗൻസ്. Every year 23rd April is celebrated as World Book Day. Prepare 2 slogans on the importance of books and reading. എന്താണ് മക്കളെ പറഞ്ഞത്? എല്ലാ വർഷവും ഏപ്രിൽ 23rd എന്താണ് പ്രത്യേകത? വേൾഡ് ബുക്ക് ഡേ ആണല്ലേ? അപ്പം മക്കളുടെ 2 സ്ലോഗൻസ് ഉണ്ടാക്കാനാണ്. എന്തിനെ കുറിച്ചിട്ട്? ഇമ്പോർട്ടൻസ് ഓഫ് ബുക്സ് ആൻഡ് റീഡിങ് അല്ലേ? ബുക്കുകളും അതുപോലെ തന്നെ അവ വായിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് 2 സ്ലോഗൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? സ്ലോഗൻസ് ഒക്കെ എഴുതുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു പിക്ചറൊക്കെ വരയ്ക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കൂടുതൽ മാർക്കൊക്കെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പം എന്ത് ചെയ്യാം? ഒരു വേൾഡ് ബുക്ക് ഡേയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് 2 സ്ലോഗൻസ് മക്കൾ ഒന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ഇനി നിങ്ങളുടെ അടുത്ത ആക്ടിവിറ്റി നോക്കിക്കേ. ആക്ടിവിറ്റി 5. അതെന്താണെന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. ആക്ടിവിറ്റി 5, കംപ്ലീറ്റ് ദി സോങ്. Dorothy and Toto were flying back home. They were very happy. Dorothy started to sing a song. Add more lines to the song. അങ്ങനെ നമ്മുടെ ഡൊറോത്തിയും ടോട്ടോയും എന്താണ്? വീട്ടിലോട്ട് തിരിച്ച് പറക്കുകയാണല്ലേ? അപ്പം അവരെന്ത് ചെയ്യുന്നു? ഭയങ്കര ഹാപ്പിയാണ്. ആ സന്തോഷത്തിൽ നമ്മുടെ ഡൊറോത്തി പാട്ട് പാടാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ അവൾ പാടിയിട്ടുള്ള സോങ്ങാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി ലൈൻസ് ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. നോക്കിക്കേ മക്കളെ, എന്താണ് അവൾ പാടിയിട്ടുള്ളത്? Over the hills we fly like a planes, going back to see our place. We feel so happy. Ha ha ha. Sing with us, la la la. എന്താണ് മക്കളെ പറഞ്ഞത്? ഓവർ ദി ഹിൽസ് വി ഫ്ലൈ ലൈക്ക് എ പ്ലെയിൻസ് അല്ലേ? മലയുടെ മുകളിലൂടെ ഞങ്ങളൊരു പ്ലെയിൻസിനെ പോലെ പറന്നു. എന്നിട്ടെന്താണ്? ഗോയിങ് ബാക്ക് ടു സീ അവർ പ്ലേസ്. എന്തിനാണ് പോകുന്നത്? ഞങ്ങളുടെ പ്ലേസ് കാണാനായിട്ട് തിരിച്ചു പോവുകയാണല്ലേ? വി ഫീൽ സോ ഹാപ്പി. ഞങ്ങൾക്ക് എന്താണ്? ഒത്തിരി സന്തോഷമാണല്ലേ? സിങ് വിത്ത് ഹസ് ലാ ലാ ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇതിലേക്ക് മക്കൾ എന്ത് ചെയ്യണം? വേറെ ലൈൻസ് ആഡ് ചെയ്യണം. അപ്പോൾ അവിടെ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ തന്നിട്ടുള്ള ആദ്യ ലൈൻസിൽ ചെറിയൊരു മാറ്റം തന്നെ വരുത്തിയാൽ നമുക്ക് പുതിയൊരു സ്റ്റാൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് ആദ്യം എന്താണ് പറഞ്ഞത്? ഓവർ ദി ഹിൽസ് എന്നാണല്ലേ പറഞ്ഞത്. അപ്പോൾ ആ ഹില്ല് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കൊടുക്കുക. ഓവർ ദി സ്ട്രീം എന്നോ അല്ലെങ്കിൽ ഓവർ ദി മൗണ്ടെയിൻ എന്നോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യുക? കൊടുക്കുക. എന്നിട്ട് ഓവർ ദി, ഇപ്പോൾ മൗണ്ടെയിൻ ആണെങ്കിൽ ഓവർ ദി മൗണ്ടെയിൻസ് വി ഫ്ലൈ ലൈക്ക് എ പ്ലെയിൻസ് എന്ന് കൊടുത്താലും മതി. അല്ലെങ്കിൽ വി
ഫ്ലൈ ലൈക്ക് എ കൈറ്റ് എന്ന് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ള ലൈൻസ് അതേപടി തന്നെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് എഴുതിയ മക്കൾക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു വരി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിൽ നമുക്ക് ഓൾറെഡി 2 വരി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. 2 വരി മക്കളടുത്ത് സ്വയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, ഓവർ ദി മൗണ്ടെയിൻസ് വി ഫ്ലൈ ലൈക്ക് എ കൈറ്റ്സ് ഗോയിങ് ബാക്ക് ടു സീ അവർ ഹൗസ് എന്ന് മാറ്റി എഴുതിയാൽ മതി. ഇനി വേണമെങ്കിൽ പുതിയൊരു സ്റ്റാൻസ് ഉണ്ടാക്കുമ്പോൾ എന്ത് എഴുതാം, ഗോയിങ് ബാക്ക് ടു സീ ഔ ഓണ്ട് ഓർ അങ്കിൾ അല്ലേ, അങ്കിളിനെയോ ആണ്ടിനെയോ എത്തി കാണാനായിട്ട് തിരിച്ചു പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാൻ മതി, അവിടെയുള്ള 1-2 വേർഡ്സ് മാത്രം മാറ്റി കൊടുത്താൽ പുതിയ സ്റ്റാൻസ് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഇത്തരത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ ദൊറോത്തി പാടിയിട്ടുള്ള ആ ഒരു സോങ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകാം അല്ലേ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. ആക്ടിവിറ്റി 6 കംപ്ലീറ്റ് ദി വേർഡ് വെബ്. എന്താണ് മക്കളെ വേർഡ് വെബ് നോക്കിക്കേ, ജോബ്സ് ആൻഡ് ടൂൾസ് ആണല്ലേ. വിവിധ തരം ജോലികളും അതുപോലെ തന്നെ അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടൂൾസുകളുടെ പിക്ചേഴ്സാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ പിക്ചർ നോക്കിയിട്ട് ഏതാണ് ആ ജോബ് എന്നുള്ളത് മക്കൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ എഴുതണം. അപ്പോൾ ഒന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ, ബോർഡിൻ്റെ പിക്ചർ തന്നു, അതിന് നേരെ എന്ത് നമുക്ക് തന്നിട്ടുണ്ട്, ടീച്ചർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത് നോക്കിക്കേ മക്കളെ, കാറിൻ്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഏത് ജോബായിരിക്കും മക്കളെ, ഓർത്ത് നോക്കിക്കേ, ഡ്രൈവർ ആയിരിക്കും അല്ലേ. അത് കഴിഞ്ഞിട്ടുള്ളത് നോക്കിക്കേ, ചൂല് അല്ലേ, അതുപോലെ തന്നെ വാരിക്കോരിയൊക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഏതായിരിക്കും, സ്വീപ്പർ ആയിരിക്കും അല്ലേ. നെക്സ്റ്റ് വൺ നോക്കിക്കേ, നമ്മുടെ ബ്രഷൊക്കെയാണ് അല്ലേ, ബ്രഷ് ബക്കറ്റുകളൊക്കെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, പെയിൻറ്റ് ബ്രഷും പെയിൻറ്റിൻ്റെ ബക്കറ്റും ഒക്കെയാണല്ലേ. അപ്പോൾ പെയിൻറ്റർ ആയിരിക്കും. നെക്സ്റ്റ് വൺ നോക്കിക്കേ മക്കളെ, ഏതാണ്, ആ ഒരു ടൂള് കണ്ടാൽ തന്നെ നമുക്ക് ഏതാണ് ജോബെന്ന് മനസ്സിലാവും അല്ലേ. ഏതാണ്, ഡോക്ടറാണ് വരുന്നത്. ലാസ്റ്റ് വൺ നോക്കിക്കേ, ഏതാണ് അത് വരുന്നത്, കാർപ്പൻ്ററിൻ്റെ ടൂൾസാണ് അല്ലേ അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക മക്കൾ, അതുകൂടി നോക്കി വെക്കുക. ഇത്രയാണ് മക്കളുടെ ഇംഗ്ലീഷുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എക്സാം കഴിഞ്ഞതിന് ശേഷം എക്സാം ഈസി ആയിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. ഓക്കെ കൂട്ടുകാരെ, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.